മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള ടാക്സി വാഹന പാസുകൾ മോട്ടോർ വാഹന വകുപ്പ് വിതരണം ചെയ്തു. വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ച് ഇതുവരെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 400ഓളം പാസുകളാണ് നൽകിയത്. അതേസമയം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പാസ് നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ഉത്സവത്തിന് 12-ാം തീയതി രാവിലെ 6 മുതൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. കുമളിയിൽ നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. കാൽനടയായും ഇതിനു പുറമെ ടാക്സി ജീപ്പുകൾക്കും ഭക്തർക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തീർത്ഥാടക യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ട്രിപ്പ് ചാർജ് ഒരു സൈഡിലേക്ക് ഒരാൾക്ക് 120 രൂപയാണ്. ഒരു സൈഡിലേക്കുള്ള ടാക്സി ചാർജ് 2100 രൂപയും, ഇരുവശത്തേക്കുള്ള ടാക്സി ചാർജ് 4200 രൂപ എന്നിങ്ങനെയാണ്. ക്ഷേത്രത്തിലേക്ക് ഇരുചക്ര വാഹനം അനുവദിക്കുകയുമില്ല. ഇത്തവണ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ഇതുവരെ 400ഓളം ടാക്സി ജീപ്പുകൾക്കാണ് പാസ് ലഭിച്ചിരിക്കുന്നത്. നാളെ രാവിലെയും കുമളി പൊതുവേദിക്ക് സമീപം പാസുകൾ വിതരണം ചെയ്യും. അതേസമയം പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പാസ് നൽകാത്തത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. ഗേറ്റ് പാസ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പരിശോധിച്ചതിന് ശേഷം പാസ്സുള്ള വണ്ടികളെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വർഷത്തിലൊരിക്കൽ 2 സംസ്ഥാനങ്ങളും കൂടെ സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ വഴി എന്ന് പറയുന്നത് നമ്മുടെ വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഡ്രൈവർ സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കുക. തീർത്ഥാടകർ വരുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് അവരെ ദർശനം കഴിഞ്ഞ് കൊണ്ടാക്കുകയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ട് വാഹനം ഓടിക്കുക, സുരക്ഷിതമായിട്ടുള്ള ഒരു ഉത്സവ സീസൺ തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. ഇന്ന് ഇവിടെ വീണ്ടും ഒരു കൗണ്ടറുണ്ട്. അപ്പോൾ ഇന്ന് വരുന്ന ടാക്സി വാഹനങ്ങൾക്കൊക്കെ ഞങ്ങൾ വാഹനം പരിശോധിച്ച് അതിൻ്റെ രേഖകൾ പരിശോധിച്ച് പാസ് കൊടുക്കും. നാളെ ഇവിടെ 3 കൗണ്ടർ ഡേ ഉണ്ടാകും. അതിൽ നാളെ വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ സ്പോട്ടിൽ പാസും ഗേറ്റ് പാസും കൊടുത്ത് ഞങ്ങൾ ടാക്സി വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരും. ക്ഷേത്രത്തിലേക്ക് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്ലാസുകളും നൽകി. ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും 10,000-നും 12,000-നും ഇടയിൽ ആളുകളെയാണ് ഇത്തവണ മംഗളാദേവിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി വിഷൻ, കുമളി.